നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസ് എന്നും നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായ 2 കോൺഗ്രസ് നേതാക്കൾക്ക്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ അമ്മയും കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയറായ നേതാവുമായ സോണിയാഗാന്ധിക്കും നോട്ടീസ് അയച്ചു. അവരുടെ പിന്നാലെ ഈ ED പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ED അവരെ ചോദ്യം ചെയ്യാനും കേസെടുക്കാനുമുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളൊന്നും അക്കാര്യത്തിൽ കോൺഗ്രസിനെ പിന്തുണക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു നിർഭാഗ്യകരമായ വാർത്തയാണ്. സത്യത്തിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നിടത്തൊക്കെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണം ഒരു പ്രതിപക്ഷമുള്ള ഇന്ത്യ എന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ ഈ വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി ഭരിക്കാമെന്ന് ഭരണകക്ഷിക്കോ NDA മുന്നണിക്കും തോന്നാൻ സാധിക്കാത്ത വിധത്തിൽ ശക്തമായൊരു പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യമായി ഇന്ത്യ മുന്നണി വന്ന സമയത്ത് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒന്നിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടിയെ അവർ നേരിട്ട ചരിത്രത്തിലെ രാഷ്ട്രീയമായ ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ അവരെ പിന്തുണക്കേണ്ടതില്ല. കേസ് അവരുടെ കാര്യമല്ലേ, അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നോക്കിക്കൊള്ളട്ടെ എന്ന മട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വാദം. അതാണ് ഇന്നത്തെ വാർത്ത. സത്യത്തിൽ എന്താണ് ഈ കേസ്? ഒരു സാധാരണ അഴിമതി കേസ് പോലെ കണക്കാക്കേണ്ട ഒന്നാണോ? അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു പാർട്ടിയിലെ ഏതാനും നേതാക്കളോ നടത്തിയ അഴിമതി പോലെ ഇന്ത്യ മുന്നണിക്ക് ഈ കേസിനെ കാണാൻ കഴിയുമോ? ഈ കേസ് യഥാർത്ഥത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏത് സമയത്തും നേരിടാവുന്നൊരു പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ്? 1936 ജവഹർലാൽ നെഹ്റു രൂപീകരിച്ച ഒരു സംഘടന. ജവഹർലാൽ നെഹ്റു ആലോചിച്ചു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ആലോചിച്ചതാണ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് പത്രം വേണം. ഒരു പത്രമല്ല, ഒരേ സമയം പല ഭാഷകളിലായിട്ട് പത്രങ്ങൾ വേണം. പ്രധാനമായിട്ടും ഇന്ത്യ ഒട്ടാകെ വായിക്കുന്ന തരത്തിൽ ഇംഗ്ലീഷിലൊരു പത്രം വേണം. അതേസമയം തന്നെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് വായിക്കാൻ ഹിന്ദിയിലൊരു പത്രം വേണം. അതോടൊപ്പം തന്നെ ഹിന്ദിയേക്കാൾ നന്നായി ഉറുദു മാതൃഭാഷയായിട്ടുള്ള വലിയ പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട്, അവർക്കും പത്രം വേണം. അങ്ങനെ ഒരേ സമയം 3 പത്രങ്ങൾ തുടങ്ങാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ AJL എന്ന് പറയുന്നത്, അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലേറെ പത്രങ്ങൾ ഇറക്കാനുള്ള ഒരു സ്ഥാപനം എന്നാണ് അതിൻ്റെ പേര്. ജവഹർലാൽ നെഹ്റുവാണ് അത് രൂപീകരിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയമാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായൊരു പ്രോപ്പർട്ടിയാക്കി അദ്ദേഹം എടുത്തില്ല. സ്വാതന്ത്ര്യസമര സേനാനികളായ കുറേ ആളുകളെ ചേർത്ത് അവരുടെയൊക്കെ ചെറിയ ഷെയറുകൾ വാങ്ങിയിട്ടാണ് അത് രൂപീകരിച്ചത്. അത് രൂപീകരിക്കുന്ന 1936 അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 3 പത്രങ്ങൾ തുടങ്ങി. അതിലൊരു പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ഇംഗ്ലീഷിൽ തുടങ്ങിയ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ ഹിന്ദിയിൽ നവജീവൻ എന്ന പത്രം തുടങ്ങി. നാഷണൽ ഹെറാൾഡ് ഇംഗ്ലീഷിലും നവജീവൻ ഹിന്ദിയിലും, കൗമി ആവാസ് എന്ന പത്രം ഉറുദുവിലും. ഇങ്ങനെ 3 പത്രങ്ങൾ തുടങ്ങാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്, ഒരു കമ്പനിയാണ് AJL, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് AJL, അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആ പത്രങ്ങൾ നടന്നു വന്നു. മാതൃകാപരമായി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വരമായി, ജിഹ്വയായി ഈ 3 പത്രങ്ങൾ ഒരുമിച്ച് നടന്നു വന്നു. ഏതുവരെ? ഏതാണ്ട് 2008 വരെ. 1936 തൊട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ പത്രങ്ങൾ തുടർന്നു. ആ പത്രത്തിന് വലിയ വളർച്ചയുണ്ടായി, പത്രങ്ങൾക്ക് വലിയ ആസ്തിയുണ്ടായി. അവർക്ക് വലിയ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരുപാട് പതിപ്പുകൾ വന്നു ഈ പത്രങ്ങൾക്ക്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ നാഷണൽ ഹെറാൾഡിൻ്റെ പേരിൽ ഓഫീസുകളും കെട്ടിടങ്ങളും ഉണ്ടായി. അതൊക്കെ വലിയ ആസ്തിയായിട്ട് വളർന്നു. പ്രധാനപ്പെട്ടപ്പോൾ നാഷണൽ ഹെറാൾഡിൻ്റെ ഡൽഹിയിലെ ഓഫീസിന് 6 നില കെട്ടിടമുണ്ട്. അത്രയും വലിയ സ്ഥാപനമാണ്. ഇതൊക്കെ 2008 വരെ വന്നു. പക്ഷേ പതുക്കെ നമ്മുടെ നാട്ടിൽ പൊതുവേ സംഭവിച്ചതുപോലെ പ്രിന്റ് മീഡിയ വലിയ പ്രതിസന്ധി നേരിട്ടു. 2008 ആ പത്രസ്ഥാപനം നാഷണൽ ഹെറാൾഡ് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അതിന് കോൺഗ്രസിനെ മാത്രം കുറ്റം പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ആലോചിക്കണം. ഇപ്പോൾ നാഷണൽ ഹെറാൾഡിൻ്റെ കേസ് എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പത്രം നിന്നുപോയി എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഇന്ത്യ ഭരിച്ച കക്ഷിക്ക് അത് സാധ്യമായോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യ ഇപ്പോഴും ഭരിക്കുന്ന കക്ഷിക്ക് അത്ര മാതൃകാപരമായി ദീർഘകാലത്തെ പാരമ്പര്യത്തിൽ ഒരു പത്രം നടത്തിക്കൊണ്ടുപോകും അത്ര എളുപ്പമല്ല, ആർക്കും എളുപ്പമല്ല. ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കൂ, കേരളത്തിലെ ഏതെല്ലാം കക്ഷികൾക്ക്, ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ എക്കാലത്തും വലിയ പാർട്ടിയാണ്. എല്ലാ കാലത്തും കേരളം ഭരിച്ച പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിക്ക് വീക്ഷണം എന്ന പത്രം, ഒരു മുഖപത്രം, എത്ര കഷ്ടപ്പെട്ടാണ് അവർ നടത്തിക്കൊണ്ട് പോകുന്നത്, എത്ര പാടുപെട്ടാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അതെ. ഇപ്പോൾ ദേശാഭിമാനി മാത്രമാണ് കുറച്ചു കാലമായിട്ടെങ്കിലും പിടിച്ചു നിൽക്കുന്നൊരു സാധനം. ജനയുഗം CPIയുടെ പത്രമാണ്. എത്ര കഷ്ടപ്പെട്ടാണ് അവർ നടത്തിക്കൊണ്ടു പോകുന്നത്. ഒരു പുരോഗതിയും ഇല്ലാത്ത മട്ടിലാണ്. പോട്ടെ, BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ജന്മഭൂമി എന്ന മുഖപത്രം ഉണ്ടല്ലോ, അത് അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. എല്ലാ സംഘടനകൾക്കും ഇത് എല്ലാ പത്രങ്ങൾക്കും ബാധകമാണ്. വലിയ പ്രതിസന്ധിയിലാണ് ജന്മഭൂമിയിൽ ഈ തൊഴിലാളികളുടെ സമരവും പ്രശ്നങ്ങളും. എല്ലാ പത്രങ്ങൾക്കും അതെ. മോശമല്ലാതെ നടന്നുപോയ പല പത്രങ്ങളും. ഇപ്പോൾ കേരളത്തിൽ മാധ്യമം എന്ന പത്രം വലിയ പ്രതിസന്ധിയിലാണ്. ഓരോ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു മാസം 3 തവണയൊക്കെ ആയിട്ടാണ്. അവരും പ്രതിസന്ധിയിലാണ്. അതിനിടയിൽ എത്ര പത്രം പൂട്ടിപ്പോയി. കേരളത്തിൽ മലയാളത്തിൽ തന്നെ വർത്തമാനം പൂട്ടിപ്പോയി, തേജസ് പൂട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ പൂട്ടിപ്പോകുന്ന പത്രങ്ങളുണ്ട്. ചന്ദ്രിക വലിയ പ്രതിസന്ധിയിലാണ്. മാധ്യമത്തിൻ്റെ തന്നെ ഗൾഫ് എഡിഷൻ പൂട്ടിപ്പോയി. ഇങ്ങനെ പൂട്ടിപ്പോകുന്ന പത്രങ്ങൾക്കിടയിലാണ് ഇത്രയും ദീർഘമായി നിന്ന ഒരു 3 പത്രങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത വിധം 2008 പൂട്ടിപ്പോയി എന്നത്. 2008 പൂട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് ആ പത്രത്തെ റിവൈവ് ചെയ്യാൻ, പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടന്ന ഒരു ശ്രമം, അതിൽ പ്രയോഗിച്ച ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ പ്രതിസന്ധിയിൽ എത്തിച്ചത് എന്ന് വേണം കരുതാൻ. അല്ലാതെ ഇപ്പോൾ എത്ര കടുത്ത വൈരികൾക്ക് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായിരുന്ന ഒരു സ്ഥാപനത്തെ, അതിൻ്റെ ആസ്തികളെ ഈ കുടുംബം അവരുടെ സ്വന്തമാക്കുമെന്നോ, അത് സ്വന്തമായി നശിപ്പിക്കുമെന്നോ, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റുമെന്നോ, അത് വിറ്റ് അവർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുമെന്നോ എന്നൊന്നും ആർക്കും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കോൺഗ്രസ് ഫാമിലിക്ക് ഇപ്പോൾ നെഹ്റു കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം, അത് രാഷ്ട്രീയമാണ്. സാമ്പത്തികമായി ഉണ്ടെങ്കിൽ ഇപ്പോൾ റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് നടത്തുന്ന ഭൂമി ഇടപാടിനെ കുറിച്ചൊക്കെയുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അത് വേറെ പരിശോധിക്കണം. ഇത് പക്ഷേ ഒരു പാർട്ടി മുഖപത്രത്തിൻ്റെ പ്രശ്നമാണ്. സംഭവിക്കുന്നത് 2008 ഈ പത്രം രണ്ടാമത് പൂട്ടിപ്പോയപ്പോൾ അത് തുടങ്ങാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി പ്രയോഗിച്ചു. നമ്മൾ പലപ്പോഴും അങ്ങനെ KSRTC നഷ്ടം വരുമ്പോൾ പുതിയ കോർപ്പറേഷനുകൾ അതിനകത്ത് തന്നെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ് KSRTCക്ക് അകത്ത് നേരിട്ട് KSRTC അല്ലാത്ത ചിലതാണ്. പുതിയ മുതൽ മുറുക്കിയിട്ട് പഴയ കടങ്ങളുടെ ബാധ്യതയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സ്വിഫ്റ്റ് സെപ്പറേറ്റ് ആക്കുന്നത് അങ്ങനെയാണ്. ഈ KSTDC എന്ന് പറയുന്ന സ്ഥാപനം അതിനകത്ത് KSRTCയുടെ സഹോദര സ്ഥാപനമായി ഉണ്ടാക്കേണ്ടി വരുന്ന അങ്ങനെ. അത് ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഒരു തന്ത്രമാണ്, പുതിയ കമ്പനികൾ ഉണ്ടാക്കുക. അങ്ങനെയാണ് ഈ ഒരു പുതിയ കമ്പനി ഉണ്ടാക്കി. പുതിയ കമ്പനിയാണ് യങ് ഇന്ത്യൻ എന്ന കമ്പനി രൂപീകരിക്കുന്നു. ആ കമ്പനി ഉണ്ടാക്കുന്നത് 2010 ഈ 2008 നിന്നുപോയ പത്രം എങ്ങനെയെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ യങ് ഇന്ത്യൻ ഉണ്ടാക്കുന്നത്. യങ് ഇന്ത്യൻ എന്ന കൊച്ചു കമ്പനി അവർ ചെയ്തത്, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഷെയർ കൊടുക്കുന്നതിന് പകരം ഈ കമ്പനിയുടെ മുഴുവൻ ആസ്തി ബാധ്യതകളും കൂടി ഈ ഒരു കൊച്ചു കമ്പനിയിലേക്ക് മാറ്റി. കൊച്ചു കമ്പനിയിൽ നിന്ന് ആളുകളുടെ എണ്ണം നടത്തിക്കൊണ്ടു പോകാനുള്ള എളുപ്പത്തിനാണ്, ബാധ്യതകൾ കുറക്കാൻ വേണ്ടിയായിരിക്കണം 4 പേര്. ആ 4 പേര് തീർച്ചയായിട്ടും അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. വേറെ 2 കോൺഗ്രസ് നേതാക്കളെ കൂടി അന്ന് 4 പേരെ ഉൾപ്പെടുത്തി. അത് ഒന്ന് മോത്തിലാൽ വോറയാണ്, മറ്റൊന്ന് ഓസ്കാർ ഫെർണാണ്ടസ് ആണ്. ഈ 4 പേർക്കാണ് ഈ കമ്പനിയുടെ യങ് ഇന്ത്യൻ കമ്പനിയുടെ മുഴുവൻ ഷെയറും ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമാണ് മേജർ ഷെയർ 76%, മോത്തിലാൽ വോറയ്ക്ക് 12%, ഓസ്കാർ ഫെർണാണ്ടസിന് 12%, അങ്ങനെ ബാക്കി 24 അവർക്കും. 4 പേർക്കാണ് പേരിലാണ് ഈ യങ് ഇന്ത്യൻ എന്ന കമ്പനി സ്ഥാപിച്ചത്. അവർ സ്ഥാപിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണ്? അങ്ങനെ സ്ഥാപിക്കുമ്പോൾ ഈ രണ്ടാമതും ഈ പത്രം തുടങ്ങാൻ സാധിക്കണം. രണ്ടാമതും പത്രം തുടങ്ങി. ദീർഘകാലത്തെ പ്രവർത്തനം കൊണ്ടാണ് കഴിഞ്ഞ് 2017 മുതൽ വീണ്ടും പത്രം വന്നത് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതിനിടയിലുണ്ടായ ഒരു സംഭവമാണ് ഈ കേസ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 2008 ഈ 2017 ഇടയിൽ 2012 BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ഡൽഹിയിലെ ഒരു കോടതിയിൽ കേസ് കൊടുത്തു. ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ സുബ്രഹ്മണ്യം സ്വാമി എന്ന BJP നേതാവ്, ഇപ്പോൾ അദ്ദേഹം BJPയുടെ നേതൃത്വത്തിലൊന്നുമില്ല, അദ്ദേഹം BJPക്ക് അകത്തൊരു കലാപകാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നരേന്ദ്രമോദിയുടെ എതിരാളിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ആ കേസ് രാഷ്ട്രീയമായി അദ്ദേഹം രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് മാത്രം കൊടുത്തതാണ്. തീർച്ചയായിട്ടും ആ കേസിൽ ക്രമപ്രശ്നങ്ങളുണ്ടോ, ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ആണ് അദ്ദേഹത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞത് കോടതിയിൽ. സ്ഥാപിച്ചത് വേറൊന്നുമല്ല, ഈ AJLൻ്റെ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിൻ്റെ ആസ്തി വളരെ കൂടുതലായിരുന്നു. ആ ആസ്തി മുഴുവനും ഈ 4 പേരുള്ള ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് മാറി.
എന്ന് പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനം തൊട്ട് കാര്യമായി രാഷ്ട്രീയം നോക്കാതെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എത്രയോ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായ മുഴുവൻ പ്രോപ്പർട്ടിയും, ആ പ്രോപ്പർട്ടി ഏതാണ്ട് 5000 കോടി 50 ബില്യൺ വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ വില കണക്കാക്കുമ്പോൾ 5000 കോടി വരും. ആ സമ്പത്ത് മുഴുവനും ഈ 4 പേരുടെ കമ്പനിയിലേക്ക് മാറ്റി എന്നതാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞൊരു കാര്യം. വേറൊരു ചെറിയ ഒരു പ്രശ്നം കൂടി, ചെറുതല്ല, തീർച്ചയായിട്ടും ഒരു നിയമപ്രശ്നം തന്നെയാണ്. ഈ കമ്പനിക്ക് രണ്ടാമത് ഈ പത്രം തുടങ്ങാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി രൂപ 90.25 കോടി രൂപ പലിശരഹിത വായ്പയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ സ്വത്തെടുത്ത് കൊടുക്കണമെങ്കിൽ ആലോചിച്ച് നോക്കുക. അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? പലിശരഹിത വായ്പയായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്ത് എടുത്തിട്ട് ഇങ്ങനെ ഒരു കമ്പനിക്ക് കൊടുക്കാമോ? AJLന് കൊടുക്കാൻ പാടുണ്ടോ? അത് തെറ്റല്ലേ? അത് ക്രമവിരുദ്ധമല്ലേ എന്നൊക്കെയാണ് ചോദ്യം. ഏതായാലും ഇതിൻ്റെ പേരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കേസ് എന്താണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ ED ഈ കേസിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 2012 തൊട്ട് കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കേസ് വിളിക്കുകയും മാറ്റിവെക്കുക, അതിൻ്റെ അന്വേഷണം EDയെ ഏൽപ്പിക്കുന്നു. ED ആദ്യം ചെയ്യുന്ന പണി ഇവരുടെ ആസ്തികളൊക്കെ തിരിച്ചു പിടിക്കുകയാണ്. 2019 ഈ കമ്പനിയുടെ യങ് ഇന്ത്യൻ എന്ന കമ്പനിയുടേതായാലും AJLൻ്റേതായാലും ആ കമ്പനിയുടേതായിട്ട് ഈ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എവിടെയൊക്കെ ആസ്തികളുണ്ടോ അതൊക്കെ ED പിടിച്ചെടുത്ത് കഴിഞ്ഞു. 2019 64 കോടിയുടെ സ്വത്ത് പിടിച്ചെടുത്തു. 2023 751 കോടിയുടെ ED സ്വത്ത് പിടിച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ 815 കോടിയുടെ ആസ്തികൾ ഇതിനകം പിടിച്ചെടുത്ത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതൊന്നും കോൺഗ്രസ്സിന് തിരിച്ചു കൊടുക്കുകയല്ല, ദേശീയ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടുകയല്ല, രാജ്യത്തിന് മുതൽക്കൂട്ടുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ് പിടിച്ചെടുക്കാനുണ്ടായത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അതിൻ്റെ മുഴുവൻ ആസ്തിയും ഒരു പത്രം പൂട്ടിപ്പോയി, അല്ലെങ്കിൽ അത് രണ്ടാമത് തുടങ്ങാൻ വേണ്ടി ആ പത്രത്തിന് വേണ്ടി നടത്തിയ ചില നീക്കങ്ങൾ, അല്ലെങ്കിൽ ചില ക്രമീകരണങ്ങൾ, അതിനെ ക്രമക്കേടെന്നോ അഴിമതിയെന്നോ ഒന്നും പറയുന്നില്ല. മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ കോൺഗ്രസിനെ കുറിച്ച് ഉന്നയിച്ചാലും ഒരു പത്രം നടത്താനുണ്ടാകുന്ന ബുദ്ധിമുട്ട് നടത്തുന്നവർക്കറിയാം, എല്ലാവർക്കും അത് നടത്തിപ്പുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവിടെ നടന്നത് ഇതാണ്. ഈ ക്രമക്കേടിനെയാണ് കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തെ വിശദാംശങ്ങൾ. എന്തായാലും ഈ സ്വത്ത് മുഴുവനും ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് മുതൽക്കൂട്ടി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സ്വത്താണത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വത്താണ് ആ സ്വത്ത്. എന്നിട്ടും ED വിടുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയമായ പ്രതികാരം പോലെ ഈ വയോധികയായ രോഗിയായ സോണിയാഗാന്ധിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ കേസിൽ. അവർക്ക് നോട്ടീസ് അയച്ച് പിന്നാലെ നടക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന ഒരാളാണ്. ഭരണകക്ഷിക്ക് നിരന്തരമായ തലവേദന ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ആകെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തെയും. അപ്പോൾ ഈ കേസിനെ അങ്ങനെ വേണം കാണാൻ. കേസിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ റിയാലിറ്റി കൂടി, അതിൻ്റെ യാഥാർത്ഥ്യം കൂടി നമ്മൾ ഓർത്തുകൊണ്ട് വേണം നാഷണൽ ഹെറാൾഡ് കേസിനെ കാണാൻ. അല്ലാതെ ഈ കേസ് എന്തോ ഒരു സ്വന്തം പാർട്ടിയുടെ സ്വത്ത് മുഴുവനും ഈ 4 വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്തിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? എന്തായാലും കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഇന്ത്യ മുന്നണിയിലെ ആരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ഒരു കേസിലും ആരെയും പരസ്പരം സഹായിക്കാൻ തോന്നാത്ത വിധത്തിലുള്ള അകൽച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഉണ്ടാക്കുന്ന ഒരു രീതി ഏറ്റവും പുതിയ കാലത്തെ രാഷ്ട്രീയ മര്യാദയല്ല. പ്രത്യേകിച്ചും ഭരണകൂടത്തിനെതിരായി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഉണ്ടായ ഇന്ത്യ മുന്നണി ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതാകും ഭംഗി, അതാണ് മര്യാദ എന്ന് ചൂണ്ടിക്കാണിക്കാനേ നമുക്ക് സാധിക്കൂ. ബാക്കിയൊക്കെ കോൺഗ്രസിൻ്റേതാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ്. നന്ദി, നമസ്കാരം.